കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയവനായ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സഹോദരൻ ആൽവിൻ നമ്മുടെ മധ്യേ ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ മധ്യേ കടന്നു വന്നു. ആ ചെറിയ കുടുംബം സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞാൻ ബഥാനിയയിലെ കുടുംബത്തെക്കുറിച്ച് അന്നേരം ചിന്തിക്കുവാണ്. ബഥാനിയയിൽ നമുക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, അറിയാമല്ലോ. ആ കുടുംബത്തിലുള്ളതായ സന്തോഷം പോലെ സിലുവിന് ഇപ്പോൾ സന്തോഷമാണ്. അനി വരുമെന്ന് പറഞ്ഞിട്ടും അനി വന്നില്ല, അതിന് മാത്രം ഒരു ദുഃഖമുണ്ട്. എങ്കിലും നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരും തക്ക സമയത്ത് കടന്നു വന്ന് കുടുംബമായിട്ട് ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കരുണ തോന്നി. കുഞ്ഞുമോൾ നമ്മുടെ മധ്യേ പല നാളുകൾക്ക് ഞാൻ കുഞ്ഞുമോളോട് ചോദിക്കുകയുണ്ടായി, മാവേലിയുടെ മറ്റൊരു പ്രതിരൂപം കുഞ്ഞുമോൾ വന്നല്ലോ എന്ന്. നമുക്ക് ദൈവം നൽകുന്ന സമയം തക്ക സമയത്ത് ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്ലസ് പോയിൻ്റാണ്, അനുഗ്രഹത്തിൻ്റെ ഒരു പോയിൻ്റ്. ജീവിതത്തിൽ സാർ നേരത്തെ റോമലേഖനം 10-ാം അധ്യായം വായിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഉപദേശത്തെ സംബന്ധിച്ച് ലോകത്തിൽ 90% ആൾക്കാരും വിശ്വസിക്കുന്ന ഉപദേശമാണ്. വായു കൊണ്ട് ഏറ്റു പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. രക്ഷിക്കപ്പെടും, ഞങ്ങൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ്, A-Z വരെയുള്ളതായ സമുദായക്കാരില്ല. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ടു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന് 19-20 വാക്യത്തിൽ കർത്താവ് കടന്നു പോകുന്നതിന് മുൻപായിട്ട്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ വാക്യം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഈ ഓണത്തോടനുബന്ധിച്ച് തന്നെ കേരളം വളരെ അട്ടഹാസത്തിലുള്ളതായ സന്തോഷമായി. ഓരോന്നിൻ്റെ ലിസ്റ്റുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്, ഇത്രമാത്രം അവർ കുടിച്ചു, ഇത്രമാത്രം സാധനങ്ങൾ വാങ്ങി, ഇത്രമാത്രം ചിലവുണ്ടായി, ഇത്രമാത്രം ടൂറിസത്തിൽ കിട്ടി. വലിയൊരു സന്തോഷത്തിൻ്റെ മേളയാണ്. പലപ്പോഴും അതൊരു വിധത്തിൽ ഭൗമ്യമായിട്ടുള്ള നന്മകൾ, നേട്ടം ഗവൺമെൻറ്റും മറ്റുള്ളവരൊക്കെ നിരത്തി വയ്ക്കുന്നുണ്ടെങ്കിലും ആ സന്തോഷം താൽക്കാലികമായിട്ടുള്ള സന്തോഷം. ആരാധനയ്ക്ക് കടന്നു വരുവാൻ്റെ കൂടെ നമുക്കറിയാം, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് വരാൻ. എങ്കിലും ധാരാളം കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ ആരുടെയാണെന്ന് അവർ തന്നെ ചിന്തിച്ചുകൊള്ളു. ഇതേ സ്ഥാനമായിരിക്കും അവിടെയും പോകുമ്പോൾ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമെന്ന് കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയിൽ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പി, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഭൂമിയിലെ പോലെ സ്വർഗത്തിലാകണമെന്നല്ല പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന അവസരം തക്ക സമയത്ത് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരവും ഉന്നതവുമായ ഒരു മതം. നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. പോകണം, വരണം, കാണണം, ചെയ്യണം, അതൊക്കെ ഒരു അൺകണ്ടീഷണൽ ക്ലോസായിട്ട് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. വന്നാൽ കാണാം, വന്നാൽ പോകാം. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വായിക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിക്കും, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എത്ര ആനന്ദകരമായും സന്തോഷകരമായും ഉള്ള ദൈവവചനമാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദിസ് ഈസ് എ കണ്ടീഷണൽ ക്ലോസ് ആണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഉപയോഗിച്ചിരിക്കുന്ന ടെർമിനോളജി ആകയാൽ, അവസാനം പറയുന്നു എങ്കിൽ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സമയം നാം മനസ്സിലാക്കുക. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, നേരത്തെ സാർ 10-ാം അധ്യായം റോമാലേഖനത്തിൽ പറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
ഇവിടെ പറയുന്നു, അവിടെ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കണം. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കണം. സ്നാനം മാത്രമേ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തുള്ളൂ. ഭൂമിയിലുള്ളതല്ല. കർത്താവ് ഭൂമിയിലായിരുന്ന കാലത്ത് ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടിരിക്കും. കല്യാണ സമയത്ത് അവിടെ വീഞ്ഞു കുറഞ്ഞു, അവിടെ കൊടുത്തു. രോഗികളായിരുന്നു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. സക്കായി നോക്കി, ഉയരം കുറഞ്ഞവനായ സക്കായി യഹൂദന്മാരുടെ ഇടയിൽ വലിയ ഉയരമുള്ളവനാണ്. എല്ലാവരും 6 അടി 7 അടി പൊക്കമുള്ളവനാണ് യഹൂദന്മാരിൽ ഓൾമോസ്റ്റ് എല്ലാവരും. സക്കായി വന്നു. സക്കായിക്ക് കാണാതിരുന്നപ്പോൾ അവനെ മരത്തിന് മുകളിൽ കയറി. സക്കായി തന്നെയാണ് കയറി. ഞാൻ ചടപടാന്ന് കയറി. അവിടെ കയറുന്ന കർത്താവ് അവിടെ വന്നു പറഞ്ഞു, സക്കായിയെ കണ്ട ഇറങ്ങി വരിക. സക്കായി ഇറങ്ങി വന്നു. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതിന് തന്നെ. അപ്പം കർത്താവ് വന്ന് നമ്മുടെ ഹൃദയത്തിലോ വീടുകളിലോ പാർക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ വിളിക്കുവാണ്. ഇവിടെ വചനം പറയുന്നു, സുവിശേഷം കേട്ട് നീ വാ. സത്യസുവിശേഷം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരങ്ങളും സമയങ്ങളും തന്നു. ഈ ഓണത്തിനോടനുബന്ധിച്ച് ലോക ഓണം ഉണ്ടായിക്കോട്ടെ, അത് അവരുടെ ഫെസ്റ്റിവലാണ്. ദേവന്മാരെ സ്തുതിക്കുക, ദേവന്മാർക്ക് കൊടുക്കുക, അതുമായിട്ടൊക്കെ മിങ്കിളാകുമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യു ആർ ഇൻ ദ വേൾഡ് നോട്ട് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലാണ് എങ്കിലും ലോകത്തിനുള്ളവരല്ല. ആ വസ്തു നമ്മൾ മനസ്സിലായി. വി ആർ ഇൻ ദ വേൾഡ്, ലോകത്തിലാണ്, നോട്ട് ഓഫ് ദ വേൾഡ്. മീൻ വെള്ളത്തിലാണ്, പക്ഷേ മീൻ്റെ സ്വഭാവം വെള്ളത്തിൽ തന്നെയാണ്, കരയ്ക്ക് കിടക്കലില്ല. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഇരിക്കുന്നവരാണ്. ഇവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ഇടമായി ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ക്രിസ്തു ഇരിക്കുവാണ്. വേദപുസ്തകത്തിൽ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് ഉയരത്തിലേക്ക് കയറിപ്പോയി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സന്ദർഭവും കാണും. അതെവിടാണ്? ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എവിടെയാണെന്ന് പറയാമോ? സീനായി മലയില അല്ല. സ്തേഫനോസ് കല്ലേറുകൊണ്ട് മരിച്ചു. കർത്താവ് എഴുന്നേറ്റ് നമ്മുടെ ആത്മാവിനെ സ്വീകരിച്ചു. സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് കർത്താവിന് നമുക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞു, ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറയുന്നു, സ്തേഫാനോസ് കർത്താവിൻ്റെ സന്നിധി, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞു ഏൽപ്പിച്ചപ്പോൾ സ്വർഗത്തിന് താങ്ങാൻ സാധ്യമല്ലാത്തതായ രീതിയിലുള്ളതായ സങ്കടമായിരുന്നു. ദൈവം തന്നെ ആത്മാവിനെ സ്തേഫാനോസിനെ സ്വീകരിച്ചു. നാം മനസ്സിലാക്കുക, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലേക്ക് നാം കയറി പോകുന്നതായ സമയത്ത് നമുക്ക് മനസ്സിലാക്കണം, ഉയർന്നിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ള അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറന്നു. നമ്മുടെ ഭൗമിക മരണത്തെ സംബന്ധിച്ചല്ല അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടിരിക്കുന്നു. 6 അടി തൊട്ടിലിൽ 6 അടി വെള്ള ജലക്കല്ലറയിൽ നമ്മളെ അടക്കുന്നതായ സമയത്ത് നാം ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുവാണ്. നാം അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ, പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ ആ സ്നാന സമയത്ത് സ്നാനക്കുളത്തിൽ നിന്ന് ജലത്തിലുള്ളതായ അടക്കത്തിൽ നിന്ന് ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേൽക്കും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിന് ഉയരത്തുള്ളത് ചിന്തിക്കും. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന സമയത്ത് സ്നാനത്തൊട്ടിൽ നമ്മൾ പുറത്ത് വരുമ്പോൾ പിശാച് അവിടെ റെഡിയായിരിക്കുക നമ്മളെ കൊണ്ടുവരാൻ.
യേശു ക്രിസ്തു സ്നാനപ്പെട്ട് പുറത്തു വന്നപ്പോൾ അവനെ കൊണ്ട് നേരെ മരുഭൂമിയിലേക്ക് പോയി. നമ്മളും അതേപോലെ സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിശാച് റെഡിയാണ് നമ്മെ തട്ടിക്കൊണ്ട് പോകാൻ. പിശാചിന് ആരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകരുത്. നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റി മാറ്റണം. അതാണ് അവൻ്റെ ഉദ്ദേശം. നമ്മൾ അവൻ്റെ സംഘടനയെ ചേർന്നെന്ന് വെച്ചോ പിന്നെ അവന് പ്രശ്നമുണ്ട്, നമ്മളെക്കുറിച്ച് ചിന്തയില്ല. അവൻ്റെ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ കൊല്ലാം, തല്ലാം, മറ്റുള്ളതായ എല്ലാ തിന്മകളും മോശമായ പ്രവർത്തിക്കും. താഴോട്ടുള്ള ഭാഗത്ത് പറയുന്ന അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടമേറെ മേൽ വരും. അനുസരണമില്ലാത്ത ഒരു ദൈവത്തെ ഭയമില്ലാത്ത ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ മേലാണ് ശിക്ഷാവിധി വരുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഉയരത്തിലുള്ള ചിന്തിക്കുക. അതേപോലെ തന്നെ എവിടെ പറയുന്നത്, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയുണ്ട്. ഈ ഭൂമി ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. എപ്പം പറഞ്ഞാലും പറയും നമുക്കെല്ലാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുമുണ്ട്. നമ്മുടെ ശരീര ക്ലേശങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, മറ്റുള്ള അനുദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളെ അലട്ടും. പിശാച് നമ്മെ വിഴുങ്ങേണ്ടതിന് നമ്മൾ ദൈവസന്നിധിയിൽ അല്പം പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ സമയം ചിലവിടാമെന്ന് കണ്ടാൽ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയേണ്ടതിന് ഊടാടി സഞ്ചരിച്ചു. പിശാചിന് പല വിധേയത്തിൽ നമ്മളെ തല്ലി ചതക്കണം. തല്ലി ഭവനത്തിൽ നിന്ന് മാറ്റണം, ദൈവീയ കൂട്ടായ്മയിൽ നിന്ന് മാറ്റണം, ദൈവസന്നിധിയിൽ നിന്ന് മാറ്റണം. പിശാചിന് ആവശ്യം, ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. നല്ല മാനസികമായുള്ള നല്ല മെൻ്റൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവർക്ക് ഒന്നിനെക്കുറിച്ച് ഒരു ക്ലേശം ഉണ്ടായിരുന്നില്ല. ഉണ്ണുക, തിന്നുക, ആനന്ദിക്കുക. അവർക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം അവരെ ഉലാത്തിക്കൊണ്ടു. അവർ ദൈവസന്നിധിയിൽ സന്തോഷമായിട്ട് പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്നതുപോലെ ഭൂമിയിൽ നിന്ന് രണ്ടുപേരെ സൃഷ്ടിച്ചു. രണ്ടുപേരും ദൈവവും എപ്പോഴും സന്തോഷത്തോടെ ഏദൻ തോട്ടത്തിൽ നടന്നു. ഒരു ദിവസം പിശാച്, പാമ്പിൻ്റെ രൂപത്തിലുള്ളതായി പിശാച് അവിടെ കടന്നു വന്ന് അവരോട് പല കാര്യങ്ങൾ ചോദിക്കുക. നമുക്കറിയാം, നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ പല ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങൾ ചോദിക്കും. നമ്മളെ വ്യാമോഹിപ്പിക്കും, നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ബിസിനസ് നമുക്ക് തരും. ഇപ്പോഴത്തെ ഏറ്റവും നെറ്റ്വർക്ക് പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ്? സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ അവതരണം തരും. ടി വി തുറന്നാൽ ഏറ്റവും വലിയ അവതരണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പലിശ തന്ന് നിങ്ങളെ സഹായിക്കുന്നത്. നമ്മൾ വ്യാമോഹിപ്പിച്ച് അതിനകത്ത് വീഴ്ത്തും. നമുക്കറിയാം, എറണാകുളത്ത് 2,80,00,000 രൂപ ഒരു അമ്മച്ചിയുടെ തട്ടിക്കൊണ്ട് പോയി സൈബർ സെല്ലുകാർ. വ്യാമോഹം. അവരെ അതിലേക്ക് തട്ടിക്കളഞ്ഞു. പിശാചിന് നമ്മളെ നാശത്തിലേക്ക് വലിച്ചെറിയണം, നമ്മളെ നശിപ്പിക്കണം, നമ്മളെ പിച്ചിക്കണം, കുടുംബത്തിൽ അടിയുണ്ടാക്കണം, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണം, ദൈവിക പ്രസ്ഥാനത്തിന് തകിടം മറിക്കണം. ഇതാണ് പിശാചിൻ്റെ ഉദ്ദേശം. അതാണ് ഇവിടെ പറയുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച് നിങ്ങൾ ഉപദേശിച്ചെന്നതിന് തക്കവണ്ണമായിട്ട് നടക്കണം. ഉലസിലേഖനത്തിലാണ് പറയുന്നത്. നമ്മൾ ദൈവിക സന്നിധിയിൽ നിന്ന് മാറ്റി മറിച്ച് തട്ടിക്കണം. പിശാച് ഏദൻ തോട്ടത്തിൽ ചെന്നു. ഹവ്വായെ ആദാമിനോട് ചോദിച്ചു, എന്തൊക്കെ ദൈവം പറഞ്ഞു? ആദ്യം ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു.
അതിനുശേഷം അവർക്ക് മറ്റേ അവൻ്റെ നെറ്റ്വർക്ക്, അവൻ്റെ പ്രോഗ്രാംസ് കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ആയതിനാൽ ഈ മനോഹരമായ ഫലം നിങ്ങൾ പറിച്ച് തിന്നുക. എപ്പോഴും സൃഷ്ടിയിൽ രണ്ടാമത്തെ ഹവ്വ, സ്ത്രീകൾ, അവർ കുറച്ചുകൂടെ, അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, സ്ത്രീ ബലഹീന പാത്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളോട് ഡീൽ ചെയ്തു. സ്ത്രീ ബലഹീന പാത്രമായതുകൊണ്ട് പിശാചി ചെന്ന് അവളെ തട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം കൺവിക്ട് ചെയ്തത് സ്ത്രീയാണ്. മനോഹരമായ ഫലം ആപ്പിളാണ് ഈപ്പിളാണെന്നൊക്കെ ഓരോരുത്തരും ചിത്രീകരിക്കുന്ന വേദപുസ്തകം പറയുന്നില്ല കേട്ടോ. കാണാൻ ഭംഗിയുള്ളതും പിന്നെ തിന്മാൻ കാമ്യവുമായ ഫലമാണ് ഏതും തോട്ടത്തിലെ ഫലം. അത് കണ്ടു, അത് പറിച്ച് അവൾ തിന്നു, പകുതി ഭർത്താവിന് കൊടുത്തു. എല്ലാ പുരുഷന്മാരുടെയും ഇവിടെ ഒരു ആഡം സ്റ്റെക്ക് ഉണ്ട്, സ്ത്രീകൾക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അത് അങ്ങനെ വേണം അവൻ പിടിച്ചത്. ആഡം സ്റ്റെക്ക് പിടിച്ചു, അവിടെ മുഴയുണ്ടായി. അത് ചിത്രീകരിക്കുന്ന, ബൈബിളിൽ ചിത്രീകരിക്കുന്ന അല്ല, ശാസ്ത്രജ്ഞന്മാർ ചിത്രീകരിക്കുന്നു. അത് കഴിച്ചു. കർത്താവ് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും, തോട്ടത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം, ഇത് മാത്രം അനുഭവിക്കാം. ഇത് തന്നെയാണ് കർത്താവ് തൻ്റെ രാജ്യമാകുന്ന ഏദൻ തോട്ടത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുക. എല്ലാം നമുക്ക് ചെയ്യാം, പക്ഷെ നിഷിദ്ധമായത് ചില കാര്യങ്ങൾ ദൈവം പറയുന്നു. അപ്പോസ്തലൻ മുഖാന്തരമായിട്ട് നമ്മളോട് പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ, ഇതിനെ സംബന്ധിച്ച് 3-ാം അധ്യായം കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടമേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ, പക, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യ ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രഥമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, സ്നാനപ്പെടുന്ന ഓരോ വ്യക്തിയും പുതിയ മനുഷ്യനെയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യന്റെ സ്വഭാവ വിശേഷങ്ങൾ അവനെ കുഴിച്ചിട്ടു. കുഴിച്ചിടുക, അതിനെ കുഴിച്ചിട്ടു. നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു, പുതിയ മനുഷ്യനെ. അതുകൊണ്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, യേശു ദൈവത്തിൻ്റെ പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന സമയത്ത്, അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് നിൽക്കും. വിശ്വസിച്ച് കഴിയുമ്പോൾ എല്ലാം മാറ്റിപ്പോയി. ഇതാ സകലവും പുതുതായിരിക്കുന്നു എന്ന പുസ്തകം. ഇതാ സകലവും പുതുതായിരിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് അവനെ കുഴിച്ചിട്ടു, സ്നാനത്തോടെ. നമുക്കറിയാം, കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം കർത്താവ് ഇട്ടുകൊണ്ട് പോയ തുണികളൊന്നും ഇട്ടില്ല. ആ തുണി മുഴുവൻ ഇവിടെ റുമാല് പോലെ ചുറ്റി അവിടെ കെട്ടിയിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി, നിങ്ങൾക്ക് സമാധാനമെന്ന് മറിയോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവ് ഇന്നും എടുത്തുകൊണ്ട് പോയില്ല, കുഴിച്ചിട്ടു. അവിടെ തന്നെ ഡെഡ് ആൻഡ് ഗോൺ, അവിടെ നശിപ്പിച്ചതിനെ കഴിഞ്ഞതിന് ശേഷം പോയി പുതിയ മനുഷ്യനെ ധരിച്ചു. രൂപാന്തരം പ്രാപിച്ച അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡിയാണ് കർത്താവ്. സ്വർഗീയമായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. എർത്തിലെ ശരീരമല്ല, സെലസ്റ്റിയൽ സ്വർഗീയ ശരീരമാണ്, രൂപാന്തരപ്പെട്ട ശരീരം. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. അപ്പം ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആക്ടിലേക്ക്, ക്രിസ്ത്യൻ ആക്ടിലേക്ക് ചെല്ലും. ദൈവത്തിൻ്റെ പൈതലായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലല്ല നമ്മുടെ പൗരത്വം. ഇവിടെ നമ്മൾ വി ബിലോങ്സ് ടു ഗോഡ്സ് കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംശികളും ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവഭക്തന്മാരുണ്ട്.
സദൃശവാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ ഭക്തനാകുന്നു, ഞാൻ നിന്റെ പൈതലാകുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്നെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അഭിഷക്തന് ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലാക്കുക, ദൈവവചനങ്ങൾക്ക് മാത്രമേ ഇത് ക്ലെയിം ചെയ്യാം. ദൈവ മക്കൾക്ക് യാതൊരു ദോഷവും ചെയ്യാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലെ അവർക്ക്. ഇയ്യോബ് ദൈവത്തോട് ചോദിച്ചില്ല. ഇയ്യോബിനെ കണ്ട് പിശാചിന് അസൂയ കൊണ്ട് ദൈവത്തിന് അടുത്ത് ചെന്നു, നീ ഇവൻ ഇത്രയൊക്കെ സൗകര്യം ചെയ്തിരിക്കുന്നല്ലോ, അവനെ നിന്നെ ഒന്ന് ദുഷിച്ച് പറയുവാനുള്ള അവസരം നീ ഉണ്ടാകും. ദൈവം പിശാചിനോട് പറഞ്ഞു, നീ ലോകം മുഴുവനും ഊടാടി സഞ്ചരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ കണ്ണുവെച്ചോ. പിശാചിന് എപ്പോഴും ദൈവഭക്തന്മാര് കണ്ണുവെക്കുകയാണ്. അവന്റെ ഉയർച്ച വളർച്ച ഇതൊക്കെയാണ് പിശാചിന്റെ നോട്ടം. എങ്ങനെയും ദൈവമക്കളെ തകർത്ത് കളവാൻ തക്കും. 2 ദിനവൃത്താന്തവും 16:9 പറയുന്നു, ദൈവത്തിന്റെ കണ്ണ് എന്താണ്? The eyes of the Lord encampeth around all the. ദൈവത്തിന്റെ ഭക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും ഉണ്ട്. ദൈവ മക്കളുടെ മേൽ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും ഉണ്ട്. നീ തെറ്റിലേക്ക് പോകുവാണെങ്കിൽ നിനക്ക് വഴിയാണ്ട് പോകുന്ന വഴി തെറ്റ്. ഇങ്ങോട്ടും അങ്ങോട്ടും പോകുമ്പോൾ നിന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് തെറ്റ് പ്രവർത്തിക്കുന്നവനോ തോന്നിയ പോലെ ജീവിക്കാനോ സാധ്യമല്ല. കാരണം ഞാൻ എൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിത്താ നിന്നെ. കർത്താവ് പറയും, ഞാൻ എൻ്റെ രക്തം കൊടുത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയാൽ ചില്ലറയല്ല. നമുക്കറിയാം, ഈയിടെ ഒരാൾ പറഞ്ഞു, ടി വിയിൽ കേട്ടു, ടി വി കേട്ടതെന്ന് മാത്രമല്ല, അതിൻ്റെ വലിയൊരു സത്യാവസ്ഥ. ഇവിടെ ഒരു മുസ്ലിം ഒരാൾ എന്തോ അപൂർവമായിട്ടുള്ളൊരു രക്തത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ആ രക്തം കിട്ടിയില്ല എങ്കിൽ പലയിടത്തും അന്വേഷിച്ചു, രക്തബാങ്കുകളൊന്നും ചോദിച്ചിട്ടില്ല. നാളെ അടിയുണ്ട് സുജിത്ത്, എന്താ പേര്? അവന് ശ്രീജിത്ത്, സുജിത്ത്, അവന് മാത്രമേ ആ രക്തം ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ശരീരം. ആ രക്തം അവൻ കൊണ്ടുപോയി, അവൻ അവിടുത്തെ പൂജ നടക്കുന്നതിനിടയിൽ അവനെ അവിടുന്ന് ലീവ് ഇട്ട് അവിടെ കൊണ്ടുപോയി അവൻ്റെ സ്വന്തം വാഹനത്തിൽ പോയി ആ രക്തം കൊടുത്ത് ഇതിന് ശേഷം അവൻ തിരിച്ചു വന്നു. അവർ ഓഫർ ചെയ്തു, വെള്ളം കുടിക്ക്, ചായ കുടിക്കുന്നു. അവൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഞാൻ പൂജ എടുത്തിരിക്കുന്ന ആളാണ്, ഇന്നത്തെ എൻ്റെ വ്രതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ രക്തത്തിൻ്റെ വിലയെ സംബന്ധിച്ച് അവർ വളരെ നന്ദി പറയുന്നത് കേട്ടു ടി വിയിൽ കൂടെ. ഞാൻ എന്തിനു പറഞ്ഞു ചോദിച്ചാൽ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചെന്നാണ് പാട്ടുകാരൻ പറഞ്ഞത്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടതായ ദൈവജനം ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ തന്മാത്രയിൽ തന്നെ ദൈവം പ്രാർത്ഥന കേട്ട് യാതൊരു അവസ്ഥയില്ല. ഇത് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇയ്യോബ് ഈ രീതിയിൽ ഇരുന്ന സമയത്ത് പിശാച് ഇയ്യോബിനെ ബുദ്ധിമുട്ടിയാൻ ധാരാളം നോക്കി. ഓരോ ചരിത്രവും 1, 2, 3 അധ്യായങ്ങളിൽ ഇയ്യോബിനെ കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ സാക്ഷ്യം, ദൈവത്തിൻ്റെ ടെസ്റ്റിമണി പറയുന്നു, അവൻ ഇങ്ങനെയുള്ളവനായി. അതേപോലെ തന്നെ ഹിസ്കിയാ രാജാവ് 38-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, പാപം വെറുത്ത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയാണ്, വിശുദ്ധിയോടെ ജീവിച്ചവനാണ്. അവനോട് പറഞ്ഞു, ആയുസ് ദൈവം നീട്ടിക്കും. തൻ്റെ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്നതായ നന്മകളെ നമ്മൾ പലപ്പോഴും ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് ചിന്തിച്ച് കർത്താവിനെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഏത് പ്രശ്നവും ലാഘവത്തോടെ ലളിതമായ രീതി ദൈവത്തിന് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത്, റോൾ ദ വേ മൈ സിൻസ് ആർ റോൾഡ് അവേ. എൻ്റെ പാപം നീങ്ങി എന്ന് പറയാൻ ഈ റോൾ ദ വേ ചെയ്യണമെങ്കിൽ ലക്ഷ്യം അതാണ്, ആശയതാണെന്ന് പറഞ്ഞൊരു പാട്ടേ കണ്ടു. ക്രിസ്തുവിൽ ലക്ഷ്യം വെച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അസാധ്യമായതിനെ മുഴുവനും സാധ്യമാക്കി തരിക. റോമലേഖനം 32-ാം വാക്യത്തിൽ അത് 12 സ്വന്തം പുത്രനെ ആദരിക്കാതവൻ സകലവും നമുക്ക് വേണ്ടി നൽകി. ക്രിസ്തു മരിക്കേണ്ട സ്ഥാനത്ത്
നമ്മൾ മരിക്കേണ്ട സ്ഥാനത്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മുടെ വിശ്വാസം മുഖാന്തരം മാത്രമേ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അതിന് താഴോട്ടുള്ള ഭാഗത്ത് പറയുന്നു, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോൻ്റെ ഭോഷ്ക്ക് പറയാൻ നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചുവല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും ഒരു ലിസ്റ്റ് പറയുവാണ്. വീണ്ടും താഴോട്ട് പറയുന്നു 15-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴും. സങ്കീർത്തനക്കാരൻ 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 2-ലോ 3-ലോ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളുണ്ടായിരിക്കണം. ലോകത്തിന് ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നതെന്ന് കർത്താവ് നമ്മളോട് പറയും. കർത്താവിൻ്റെ സമാധാനമില്ല ഭൂവിൽ നമ്മൾ പാട്ടുപാടാറുണ്ട്. നമ്മൾ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ദൈവസന്നിധി നമ്മെ തന്നെ 100% അർപ്പിച്ചു കഴിയുമ്പോൾ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചാക്കോച്ചൻ ഇവിടെ ഉള്ള സമയത്ത് എന്നോട് എന്നും മസിൽ കെട്ടുമായിരുന്നു, എനിക്ക് നീ ഒന്ന് സ്നാനപ്പെടുത്താൻ അവസരം തരുന്നില്ലല്ലോ. ചാക്കോച്ചൻ എന്നെക്കാളും സീനിയറായിട്ടുള്ള കർത്താവിൻ്റെ വേലക്കാരൻ. ഞാൻ പറഞ്ഞു, അച്ചായന് ചെയ്യാൻ അറിയാമെങ്കിൽ അച്ചാൻ ചെയ്തു. ചാക്കപ്പച്ചായൻ ഒരുത്തനെ സ്നാനപ്പെടുത്താൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരാളെ നമ്മുടെ ബൈബിൾ കോളേജ് സമയത്ത് സ്നാനപ്പെടുത്താൻ കൊണ്ടുവന്ന് പുള്ളി സ്നാനപ്പെടുത്തിയിട്ട് എങ്ങും തലമുങ്ങുന്നില്ല. പുള്ളി എന്ത് ചെയ്തു, വെള്ളം കോരി തലയിൽ വെച്ചു. അച്ചായ തെറ്റാണ്, അങ്ങനെ പോരാ, ഒന്നുകൂടെ മുക്ക്. പിന്നെ രണ്ടാമത് അങ്ങനെ മുക്കിയത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധി നമ്മെ തന്നെ അർപ്പിച്ചു കൊടുത്താൽ, പൂർണ്ണമായിട്ട് കുഴിച്ചിട്ട് കഴിക്കാൻ, കുഴിച്ചിട്ടാൽ പിന്നെ അതിൽ നിന്നും അരിവെക്കാറ്. ഇപ്പോഴൊക്കെയാണ് എന്താണ് പറയുന്നത്, ഈ കുഴിച്ചിട്ട് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. പഴയ കാലത്ത് അങ്ങനത്തെ ഒരു പരിപാടി. കർത്താവിൻ്റെ കാലത്ത് കുഴിച്ചിട്ടാൽ കുഴിച്ചിട്ടത് അത് മുളച്ചു വരുമ്പോൾ മാത്രമേ കാണൂ. കർത്താവ് വരുമ്പോൾ കുഴിച്ചിട്ടതൊക്കെ മുളച്ചു വരും. കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ ജീവനോടെ ഇരിക്കുന്ന രൂപാന്തരപ്പെടും. അതിനുശേഷം അവർ മരിച്ചവർ രൂപാന്തരപ്പെടും. അതിനുശേഷം ജീവനോടെ ഇരിക്കുന്ന അവൻ്റെ സന്നിധിയിലേക്ക് എടുക്കും. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നതായ ഒരവസ്ഥയാണ് നാം മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസം ചില്ലറയല്ല. നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പും സ്ഥിരതയും മനസ്സിലാക്കുക. നമ്മുടെ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ ജീവിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള മൺശരീരമായ ശരീരത്തിൽ ധാരാളം വിചാര വികാരങ്ങൾ നമുക്കുണ്ടാകും. അതാണ് പലരും അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഹൃദയത്തെ നഷ്ടപ്പെടും. നമ്മെ സൃഷ്ടിച്ചവരുമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നായകനും നടത്തിപ്പുകാരനും കർത്താവായി കഴിഞ്ഞാൽ, ലുക്കിംഗ് അറ്റ് ജീസസ് ദി ഓഥർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ നാഥനാണ്. നമുക്ക് എത്രമാത്രം കർത്താവിൽ നമ്മെ തന്നെ അർപ്പിക്കാൻ സാധിക്കും. നമുക്ക് കർത്താവിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗത്തെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ സാമ്പത്തികതയെക്കുറിച്ചോ പഠനത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം മുന്നമ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ സകലവും all the blessings shall be added unto you. All the blessings shall be added. കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് പാപമോചനത്തിന് വേണ്ടി സ്നാനപ്പെട്ട് പരിശുദ്ധനായി തീർന്നാൽ all the blessings shall be added unto you. അങ്ങനെയുള്ളവർക്ക് ദൈവസഭയിൽ കൂട്ടായ്മയായിരിക്കുക, അപ്പം നോക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, ദൈവസന്നിധി നിലനിൽക്കുക, ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം. നമുക്ക് എത്രമാത്രം ദൈവസന്നിധി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നാം ചിന്തിക്കുന്നു, ഞാൻ സമയം പോകുന്നത് കൊണ്ട് 9 മണിക്ക് തുടങ്ങി കഴിവത് നേരത്തെ നിർത്തണം. മഹേഷിനും സുന്ദർ സാറിനൊക്കെ നേരത്തെ പോകുന്നവരാണ്. മഹേഷിന് ഡ്യൂട്ടി കയറണം, ഇന്ന് കയറണം. അപ്പോൾ നാം മനസ്സിലാക്കുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ കർത്താവ് തന്നെയാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ആകത്തുക ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ നമ്മെ എത്രമാത്രം നമുക്ക് അർപ്പിക്കുവാനും ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഈയിടെ ചിന്തിച്ചു. ഒരു ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചതായ സമയത്ത്
രണ്ടുപേരോട്ട് കിടക്കേ കിടക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ എടുക്കപ്പെടില്ല. രണ്ട് കിടക്കേ കിടന്നാൽ രണ്ടുപേരും എടുക്കും, ഇല്ലേ? ഇല്ല സാറേ? ഇന്നൊരു തമാശയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കണ്ടീഷൻ എന്തെന്ന് ചോദിച്ചാൽ, രണ്ടുപേരെ കിടന്നാലും ഒരു വീട്ടിലേക്ക് കിടന്നാലും 3 പേര് കിടന്നാലും അങ്ങനെയൊക്കെ കോളേജ് ലൈഫിലൊക്കെ പിള്ളേരൊക്കെ 3-4 പേരൊക്കെയാണ് വരുന്നത് ഒരുമിച്ചുള്ളത്. കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പും സ്ഥിരതയും കൊണ്ടുകൊണ്ട് നാം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചാൽ, ഒരു കിടക്കെ 2 പേര് കിടന്നാലും 3 പേര് കിടന്നെന്ന് പറഞ്ഞാലും, അത് കർത്താവ് ഒരു ഉപമ പഠിപ്പിച്ച എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കപ്പെടും. നമ്മൾ ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടി ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, കർത്താവ് വരുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുവാൻ തൻ്റെ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കൂ, അല്ലാതെ ആർക്കും സാധിക്കും. ഈ എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നുള്ള അഭിമാനത്തിൽ ജീവിക്കുന്നതായ ആൾക്കാർ, അവർക്ക് എടുക്കപ്പെടുന്നുണ്ടെങ്കിൽ കൊടുക്കോട്ടെ. അവർ പറയുന്ന മറ്റൊരു വാക്യം കൂടെ, അതിൻ്റെ കമൻറ്റ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒത്തിരി റൂമുണ്ട്, ആ ഒരു വീട്ടിൽ ഞാൻ പോയി കിടന്നുള്ള ഓരോ റൂമിലും ഞാൻ അതല്ല. അത് വേദപുസ്തക പ്രകാരമുള്ള ഇൻ്റർപ്രിട്ടേഷൻ അല്ല, തർജ്ജമയല്ല. അത് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള തർജ്ജമയാണ്. പലരും എന്നോട് പറയാറുണ്ട്, ശിംശോൻ പാപം ചെയ്തിട്ട് ശിംശോൻ സ്വർഗ്ഗത്തിൽ പോയി, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ? ദാവീദ് ഇത്രയും പെണ്ണുങ്ങളെ കെട്ടിയാൽ, ശലോമോൻ ഇത്രയും കഴിച്ചല്ലോ, അവർ പോകണമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പോയിക്കൂടാ? ഇതൊക്കെ പഴയ നിയമ യുഗത്തിലെ കാര്യങ്ങൾ, അത് ദൈവം തീരുമാനിച്ചോളും. പുതിയ നിയമത്തിലെ കാര്യങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ അച്ചട്ടായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഉയരത്തിലുള്ളത് രക്ഷിക്കൂ, ഭൂമിയിലുള്ളതല്ല. കർത്താവ് വരുമ്പോൾ ഉയരത്തിലുള്ള 1000 ലക്ഷം ഉയരത്തിലേക്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. അവരെ മാത്രം എടുക്കുവാൻ വേണ്ടി തങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ തീക്ഷ്ണത അനുസരിച്ച് അവന് വേണ്ടി വിശ്വസ്തമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യജീവന്റെ അവകാശിയായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഓരോ വ്യക്തിയും അനേകർ കടന്നു വരാൻ സാധിച്ചില്ല. സ്വർഗത്തിൽ പോകുമ്പോൾ നരകത്തിൽ പോകുന്നു, അവരെ വിധിക്കുന്ന വഴിയില്ല. വചനത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് വചനപ്രകാരം ജീവിച്ചാൽ നിത്യതയിൽ പ്രവേശിക്കാം. നമുക്കറിയാം, ഗാസയിലുള്ളതായ തീപിടുത്തം കണ്ടു. ഓരോ സ്ഥലത്തുള്ളതായ തീപിടുത്തം കാണുന്ന സമയത്ത് അത് ഇതിന് മാധ്യമത്തിൽ കൂടെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ആ ദുഃഖവും പ്രയാസവും തോന്നി. തീപിടുത്തം കൊണ്ട് എല്ലാ ആൾക്കാരും കത്തി ജയിച്ച് ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ലോകപ്രകാരമുള്ള ഒരു തീപിടുത്തത്തിൽ. മനസ്സിലാക്കുക, ഈ ഭൂമി അതിനുള്ള സകലത്തിനെയും നിർമ്മിച്ചിരിക്കുന്നത് അനുസരിക്കാത്ത എല്ലാവരെയും 2 പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു. എന്താണ്? അഗ്നി തീച്ചുള്ളിലേക്ക് തള്ളി. ഓൾ ദ എലിമെന്റ്സ് ഷാൽ ബി ബേൺഡ്. ഈ ഭൂമിയിലുള്ളതായ എല്ലാം കത്തിപ്പോവും. അതിനകത്ത് സ്വർണ്ണമില്ല, വെള്ളിയില്ല, രാസപ്രവർത്തനങ്ങളുമില്ല, എല്ലാം കത്തിച്ചടിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥ. പക്ഷെ അതിൽ നീ പെടരുത്. കത്തിച്ചടിക്കുന്ന ലോകത്തിന്റെ കാലത്ത് അപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് തീ വന്നു, കത്തിച്ചു. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ലോത്തും അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വന്നു. അവൻ്റെ ഭാര്യയും തീയിൽപ്പെട്ടു, നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ സ്വർഗരാജ്യത്തിന് യോഗ്യമായ ജീവിതത്തിൽ ഫലം കായ്ച്ച് ഉയരത്തിലുള്ള ചിന്തിച്ച് സൽസ്വഭാവികളായിട്ട് ആത്മാവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അത്രയും പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കാണിച്ച് നിത്യത്തിൽ പ്രവേശിക്കണം. ഇവിടെ നിന്നൊക്കെ നമ്മൾ മാറ്റം വരാതിരിക്കുന്നവർക്ക് ഒരു ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണത്. അവർക്ക് ആ അവസ്ഥ മനസ്സിലായി അതിന് തെറ്റുതിരുത്തുന്നതായ ഒരു അവസരം അവർക്ക് എപ്പോൾ ലഭിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. ലോകത്തിൽ ഓരോ കാര്യങ്ങൾ, ഓരോ ദിവസത്തെ അപകടങ്ങൾ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ വാഹനങ്ങളിൽ നമ്മളൊക്കെ നടന്നു പോവുകയാണെങ്കിലും ഈ അപകടം സംഭവിക്കുവാണെങ്കിൽ മാനസാന്തരപ്പെടാൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമോ, ഞാൻ അന്നേരം ഒന്ന് മാനസാന്തരപ്പെടില്ല. ആക്സിഡന്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് എവിടെ മാനസാന്തരപ്പെടാം? അയ്യോ ദൈവമേന്ന് വിളിക്കും, അല്ലെങ്കിൽ അമ്മേന്ന് വിളിക്കും. ഈ 2 വാക്ക് മാത്രമേ സാധാരണ വിളിക്കാൻ സമയം കിട്ടും. അതിന് മുന്നേ നമ്മൾ ക്രാഷായി നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ നാം കർത്താവിനോട് ഓരോ ദിവസവും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കർത്താവെ ക്ഷമിക്കണമേ, നിന്റെ മേശയിൽ ഞങ്ങൾ കടന്നു വരുന്നു, നിന്റെ തങ്കച്ചോര ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ ചിന്തി
അതിൽ 100% എനിക്ക് വിശ്വാസമുണ്ട്. നീ നിന്നോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഞങ്ങൾ. അതാണ് പറയാൻ കാണുന്നത്. സ്നാനത്താൽ ഞങ്ങൾ നിന്നോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു വരുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടും എന്നുള്ള ചിന്തയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന കൂടി